നമ്മൾക്കൊരു കഥ കേട്ടാലോ? ഒരു ചെറിയ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവരിന്നും വൈകിട്ട് ഒന്നിച്ചിരുന്ന് കളിക്കുമായിരുന്നു. ഒരു ദിവസം ഈ ആൺകുട്ടിയുടെ കയ്യിൽ കുറേ നല്ല തിളങ്ങുന്ന കല്ലുകളും പെൺകുട്ടിയുടെ കയ്യിൽ കുറേ മിഠായികളും ഉണ്ടായിരുന്നു. ആൺകുട്ടി പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ ഈ തിളങ്ങുന്ന കല്ലുകളൊക്കെ നിനക്ക് തരാം, നീ അതിന് പകരം എനിക്ക് മിഠായികൾ മുഴുവൻ തരാമോ? പെൺകുട്ടിക്ക് ഒരു പ്രശ്നമില്ലാതെ അവൾ സമ്മതിച്ചു. എന്നാൽ കൊടുക്കേണ്ട സമയമായപ്പോൾ ആൺകുട്ടി കുറച്ച് നല്ല കല്ലുകൾ എടുത്ത് പാത്ത് പെൺകുട്ടി കാണാതെ വെച്ചു. എന്നിട്ട് ബാക്കി കല്ലുകൾ മാത്രം ഈ പെൺകുട്ടിക്ക് കൊടുത്തു. എന്നാൽ പെൺകുട്ടിയോ ഒരു കള്ളത്തരവും കാണിക്കാതെ എല്ലാ മിഠായികളും ഈ ആൺകുട്ടിയെ ഏൽപ്പിച്ചു. കുറച്ചു നേരം കൂടി കളിച്ചതിന് ശേഷം അവനവന്റെ വീട്ടിൽ അവർ മടങ്ങിപ്പോയി. അന്ന് രാത്രി പെൺകുട്ടിക്ക് ഒരു പ്രശ്നമില്ലാതെ സമാധാനത്തോടു കൂടി അവൾ കിടന്നുറങ്ങി. എന്നാൽ ആൺകുട്ടിക്ക് അന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല. പലവിധ ചിന്തകളാൽ അവൻ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. എന്തായിരുന്നു ചിന്ത എന്നറിയാമോ? അവൻ ചിന്തിച്ചത്, ഞാൻ കല്ലുകളിൽ നിന്ന് കുറച്ച് കല്ലുകൾ അവൾ കാണാതെ പാത്ത് വെച്ചിട്ടാണല്ലോ കൊടുത്തത്. ഇനി അവളും ആ മിഠായിക്കകത്തുനിന്ന് കുറച്ച് പാത്ത് വെച്ചതിന് ശേഷമാണോ എനിക്ക് തന്നത്? ഇങ്ങനെയുള്ള സംശയം കാരണം, ചിന്ത കാരണം അവൻ അന്ന് രാത്രിയിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ചെറിയൊരു ചിന്തയാണെങ്കിലും എന്ത് വലിയൊരു പാഠമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ചതിക്കുന്നവനും കള്ളത്തരം കാണിക്കുന്നവനും മറ്റുള്ളവരിൽ നിന്നും അവരെപ്പോഴും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ചിന്തിക്കുന്ന അവരെ പോലെയാണ് മറ്റുള്ളവരും ചെയ്യുന്നതെന്നാണ്. നമ്മൾ നമ്മുടെ 100% ഒരു കാര്യത്തിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്നവരെല്ലാം അതുപോലെയാണെന്നാണ്. ഇത് നമ്മുടെ ജോലിയിലോ നമ്മുടെ കുടുംബജീവിതത്തിലോ മാത്രമല്ല, എല്ലാ മേഖലകളിലും നമുക്കിത് കാണുവാൻ സാധിക്കും. മത്തായി 7:12 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീനെന്ന്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാം. നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിലെല്ലാം നമുക്ക് 100% നമ്മൾക്കത് ചെയ്തു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളവരെ നമ്മൾ സംശയിക്കത്തില്ല. നമ്മൾ അങ്ങനെ സംശയിക്കാതിരുന്നാൽ നമുക്ക് സമാധാനത്തോടു കൂടി ഉറങ്ങുവാൻ സാധിക്കും.